I stream. Hi, hello and welcome to your favorite show, Bima Gold Chamayam. കാലത്തിനനുസരിച്ച് മാറുന്നതാണ് ഫാഷനുകളും ട്രെൻഡുകളും. സൗന്ദര്യം ഒരു കാലത്ത് വരദാനമായിരുന്നു, പക്ഷെ ഇന്ന് അത് സങ്കല്പം മാത്രമല്ല. ദിവസേന മാറുന്ന ഫാഷനുകളും ട്രെൻഡുകളും നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ബ്യൂട്ടിനെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്നു. മാർക്കറ്റിൽ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ട്രെൻഡി പ്രോഡക്ട്സുകളും സൗന്ദര്യ ലോകത്തെ പുതിയ പുതിയ വിശേഷങ്ങൾ അടങ്ങിയ ചമയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ സൗന്ദര്യത്തിന് പല്ലിന് വളരെയധികം പങ്ക് തന്നെയുണ്ട്. ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ ആദ്യം കാണുന്ന ചിരിയായിരിക്കും, പക്ഷെ ആ നല്ല ചിരി വേണമെങ്കിൽ നല്ലൊരു പല്ലും വേണം അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ കാലം എന്ന് പറയുമ്പോൾ പല്ലിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പൊങ്ങിയ പല്ലുകൾ, കേടുവന്ന പല്ലുകൾ. അത് പണ്ടത്തെ പോലെ തന്നെ ഇപ്പം അതിനൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റുകളും ഒരുപാട് മോഡേണൈസ് ടെക്നിക്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എറണാകുളത്ത് നെച്ചൂപ്പാടം ഡെന്റൽ ക്ലിനിക്കിലാണ്. ഇവിടുത്തെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ KT പൗലോസിനോട് നമുക്ക് ഡെന്റൽ സംബന്ധമായ പ്രോബ്ലംസിനെ കുറിച്ചും ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും ചോദിച്ചാൽ ഈ മോണ പൊങ്ങിയത് ഒരുപാട് എല്ലാ കൊച്ചു പിള്ളേർക്കൊക്കെ കൂടുതലുണ്ടാകുന്ന പ്രോബ്ലം അല്ലെ? കുഞ്ഞിലേ മോണ പൊങ്ങിയത് ഒരുപാട് കൈയൊക്കെ മോണ പൊങ്ങിയത് പല കാര്യങ്ങൾ കൊണ്ട് വരും. ഒന്ന്, അത് പാരമ്പര്യമായിട്ട് കിട്ടും. അപ്പൻ്റെ അമ്മയുടെയും പല്ലും മോണയും പൊങ്ങിയതാണെങ്കിൽ മക്കൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ചിലപ്പോൾ ചില റോങ് ഹാബിറ്റ്സ്, രാത്രി തുറന്ന് കിടന്നേ ഉറങ്ങും, അങ്ങനെയുള്ള പിള്ളേരുടെ പല്ല് പോകും. അതുപോലെ തന്നെ കൈ കുടിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട്. ചിലർക്ക് ലിപ്പ് സക്കിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വഭാവമുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരുടെയും പല്ല് പൊങ്ങിക്കൊണ്ടിരിക്കും, മുകളിലത്തെ മോണ പൊങ്ങിയിരിക്കും. അപ്പോൾ അത് കമ്പി കെട്ടി ആ മോണ സഹിതം താത്താം. ഏതൊരു പ്രായം കഴിയുന്നതാണ് സാധാരണ കമ്പി ഇടുന്നത്? പിള്ളേർക്ക് ഞാൻ സാധാരണ അഡ്വൈസ് ചെയ്യാറുള്ളത് പിള്ളേർക്ക് ഒരു സൗന്ദര്യബോധം വരണം. ശരി, അപ്പോൾ അതൊരു 13 വയസ്സ് 14 വയസ്സ് ആ സമയത്താണ്. കുറച്ച് ആൺപിള്ളേർക്കാണെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആയിരിക്കും. പിന്നെ പോയിട്ട് വന്ന പല്ലെല്ലാം പറഞ്ഞു പോകാനുള്ള ഒരു ആദ്യത്തെ മിൽക്ക് ടീത്ത് എല്ലാം പോയി പറഞ്ഞു വന്നതിന് ശേഷം വേണം നമ്മൾ കമ്പി ഇടുന്ന പരിപാടി പറയുന്നത്. അവർക്ക് അത് സൂക്ഷിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമല്ല. ഇപ്പോൾ കൊച്ചുകുട്ടിയാണെങ്കിൽ ഞാൻ സൂക്ഷിച്ചോളാം എന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് കമ്പി കെട്ടി കൊടുക്കാം. അല്ലാത്ത കമ്പി ഇട്ട് കഴിഞ്ഞാൽ വെറുതെ അവരത് സൂക്ഷിക്കാതെ പോകുന്നു. അത് നഷ്ടപ്പെട്ടു പണി കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 8-10 വിസിറ്റ് കൊണ്ട് വാസ്തവത്തിൽ പറഞ്ഞാൽ വലിയതുള്ള പൊങ്ങിയ വല്ലൊക്കെ താത്തി കൊടുക്കുന്നത് മതി. കൊച്ചു പിള്ളേർക്ക് കമ്പി തന്നെയാണ്. അത് മറ്റേ ഞങ്ങൾ എർസ്കോപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്ന അത് കൊച്ചുകുട്ടികൾക്ക് ഉദ്ദേശിച്ചേ അല്ല. കാരണം ദേ ആർ ഇൻ ദ ഗ്രോയിങ് സ്റ്റേജ്. അത് വിസ്റ്റം ടൂത്ത് എല്ലാം കല്യാണം മുടങ്ങി നടക്കാതെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടണം. അങ്ങനെ ഒത്തിരി കല്യാണം നടന്നത് എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ അനുഭവത്തിൽ അറിയാം. അതെ, പല്ല് കൊണ്ട് കല്യാണം മുടങ്ങിയിരുന്നു, പല്ല് ശരിയാക്കി ഉടനെ കല്യാണം വന്നു. ഷേപ്പൊക്കെ മാറി അവരുടെ പേഴ്സണാലിറ്റി തന്നെ മാറും എന്ന് ഞാൻ. കാരണം വെച്ചാൽ പിന്നീട് അവർ കാണുമ്പോൾ ചിരിക്കാൻ നല്ല സന്തോഷമായിട്ട് ചിരിക്കും. അതിന് മുമ്പ് വരെയും ചിരിക്കുമ്പോൾ തന്നെയാണെങ്കിലും ചൂട്ട് കൂട്ടി പിടിച്ചൊരു ഓക്വേർഡ് ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതങ്ങ് മാറും പല്ല് നന്നായി കഴിയുമ്പോൾ തന്നെ. പിന്നെ ഈ പല്ലിന് മഞ്ഞിപ്പ് വരുമല്ലോ, അപ്പൊ അതിനിപ്പം ചിലരെന്താ ബ്ലീച്ചിങ് അതുപോലെയുള്ളതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ഹാംഫുൾ ആണ്? ഹാംഫുൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്ലീച്ച് ചെയ്യുന്നത് റൊട്ടീനായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യാറില്ല ഞാൻ. പല കമ്പനിക്കാരും അതിൻ്റെ പരസ്യമായിട്ട് ഇങ്ങനെ ബ്ലീച്ചിങ് ചെയ്യാമെന്നൊക്കെ പറയും. പല്ല് ബ്ലീച്ച് ചെയ്ത് നിറം വരുത്താം, പക്ഷെ അത് ഒരുപാട് റെഫർ ചെയ്യും. വീണ്ടും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെയും പഴയ കളറിൽ വരും. അപ്പോൾ പിന്നെയും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു ചിലവും. പിന്നെ റിപ്പീറ്റഡായിട്ട് ബ്ലീച്ച് ചെയ്ത ചില പേഷ്യൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് പിന്നെ കുളിച്ചിട്ട് കുളിക്കും, പല്ല് കുളിക്കാൻ തുടങ്ങും. അതെന്നാന്ന് വെച്ചാൽ ഈ പലവട്ടം നമ്മൾ ഈ ബ്ലീച്ചിങ് ഉപയോഗിക്കുന്ന വലിയൊരു പ്ലാസ്റ്റിക് കെമിക്കലൊന്നും അല്ലെങ്കിലും
ഇനാമലിനകത്ത് കുറച്ചൊരു ഇതുണ്ട്, ഡെങ്കിയും എല്ലാം സെൻസിറ്റീവ് ആയി ചിലർ കുളിക്കയെന്നും പറഞ്ഞു. പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് വേറെ ചെയ്തു വരും. അതിന് ഇപ്പോൾ പുതിയ മരുന്നുകളെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്ന പേസ്റ്റ് ഉണ്ട്, ഡീസെൻസിറ്റൈസിങ് പേസ്റ്റ് ഇപ്പോൾ പല കമ്പനിക്കാരുടെ ഉണ്ട്. അത് ഏതെങ്കിലും റുട്ടീനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പുളിപ്പിന് നമുക്കൊരു തരത്തിൽ തടയണം. അല്ല കൂടുതൽ തേയ്മാനം വല്ലതും പറ്റിപ്പോയിട്ടുള്ള പല്ലുകൾക്കാണെങ്കിൽ എന്തെങ്കിലും പുളിപ്പുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് തരണം, ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യമാണ്. ഇപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ പല്ലൊന്ന് വെളുത്തിരിക്കണമെന്ന് ഓർത്തിട്ട് പോവാണെങ്കിൽ അതിനൊക്കെ പറ്റും. ബ്രഷിങ് വളരെ കുറവായിരിക്കണം. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള തെറ്റായ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഞാൻ എൻ്റെ പേഷ്യൻസിനോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താണെന്ന് കഴിഞ്ഞാൽ കാലത്ത് എഴുന്നേറ്റ് എപ്പോഴാണ് പല്ല് തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കാപ്പി കുടിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ പറയും അല്ല, കാപ്പി കുടിക്കുന്നതിന് മുമ്പ് പല്ല് തേക്കണ്ട, നിങ്ങൾ രാത്രി പല്ല് തേച്ചാൽ മതി. അത്താഴോട് കഴിഞ്ഞ് പല്ല് തേച്ചിട്ട് കിടക്കുക. അത് കഴിഞ്ഞ് രാവിലെ വായുന്ന കഴുകി കളഞ്ഞിട്ട് കാപ്പി കുടിക്കും. കാപ്പി കൂടി കഴിഞ്ഞിട്ട് പല്ല് തേക്കും. എന്തിനാ പല്ല് തേക്കുന്നത്? വാട്ടവർ കിട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കൈ കഴുകി കളയും. പല്ലേൽ വായിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴിച്ചളി വിടും. അപ്പോൾ അത് നമുക്ക് പോവില്ല. അതുകൊണ്ട് അത് തെറ്റായ ഒരു പ്രാക്ടീസാണ്. അത്താഴോട് കഴിഞ്ഞ് വൃത്തിയായിട്ട് പല്ല് തേച്ചിട്ട് കിടക്കുക. പിന്നെ വേറൊന്നും കഴിക്കരുത്, വെള്ളം മാത്രമല്ലേ കുടിക്കുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിക്കുക. എന്തെങ്കിലും വാ ഒന്ന് ജസ്റ്റ് കഴുകണമെങ്കിൽ കഴുകിയിട്ട് കുടിച്ചോ. എന്തെങ്കിലും വായിൻ്റെ ടേസ്റ്റ് എന്നൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ കഴുകിയിട്ട് കുടിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പല്ല് തേച്ചിട്ടേ പോകാവുള്ളൂ, പുറത്തേക്ക് പോകണം. മോർണിംഗ് ബ്രഷിങ് ഷുഡ് ബി ആഫ്റ്റർ ദി ബ്രേക്ക്ഫാസ്റ്റ്. അതൊരു പുതിയ കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പല്ല് തേക്കുക. ഉച്ചയ്ക്കും പറ്റുമെന്നുണ്ടെങ്കിൽ ലഞ്ച് കഴിഞ്ഞിട്ട് ഒന്നോടെ പല്ല് തേക്കാമെങ്കിൽ നല്ലത്. അതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കപ്പെടട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലർ പല്ല് തേക്കാനായിട്ട് കാലത്ത് ഒരു 10 മിനിറ്റ് എടുത്ത് തേച്ച് പല്ലെല്ലാം തേച്ച് ഉരച്ച് കളയുന്ന ഒരു പണിയുണ്ട്. അത് തെറ്റാണ്. 2 മിനിറ്റ് കൂടുതൽ പല്ല് തേക്കരുതെന്ന് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളൂ. പരമാവധി 3 മിനിറ്റ്. 32 പല്ലിൻ്റെ ഇടയ്ക്ക് ബ്രഷ് ചെയ്തിരിക്കണം. അപ്പോൾ അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് അധികം ഫോഴ്സ് കൊടുക്കാതെ അങ്ങനെയൊക്കെ തേച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പല്ല് തേഞ്ഞു പോകില്ല. മറ്റേ കട്ടിയായിട്ടുള്ള ബ്രഷിന് വരുമ്പോഴത്തേക്കും തന്നെ പല്ല് കൂടുതൽ തേഞ്ഞു പോകും. സമയം കൂടുതൽ ബ്രഷ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടുന്നില്ല. പല്ല് വെളുപ്പിക്കാന്ന് ഓർത്ത് തേക്കണ്ട. കാരണം പല്ലിന് ഒരു നാച്ചുറൽ കളറുണ്ട്, ആ കളർ മാറാനും ഒക്കില്ല. അപ്പോൾ അത് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് പാർട്ടിക്കിൾസ് പറ്റി പിടിക്കാതെ, അതുപോലെ തന്നെ ടാർട്ടാർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് തലയിലും ഉണ്ടാകുന്ന ഒരു മെറ്റീരിയൽ, അത് പിടിക്കാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രശ്നം. പൂപ്പലില്ല, ടാർട്ടാർ ഡെപ്പോസിറ്റ് പല്ലിലുണ്ടാകുന്ന ഒരു തരം കല്ല്, ടാർട്ടാർ അത് മഞ്ഞ നിറത്തിൽ കറുപ്പ് നിറത്തിലുണ്ട്. മഞ്ഞ നിറത്തിൽ പറ്റി പിടിക്കുന്നതിനെ ഇരിക്കുമ്പോൾ കാണാൻ അതുപോലെ അഗ്രിയായിരിക്കും. അത് തന്നെ പല്ലിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. ചിലരുടെ കറുത്തതായിരിക്കും, എന്നാലും കണ്ടാൽ വൃത്തികേടായിരിക്കും. അപ്പോൾ അത് പല്ല് ക്ലീൻ ചെയ്യുന്ന റിപ്പീറ്റഡായിട്ട് ക്ലീൻ ചെയ്യിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ അത് പിടിക്കാതിരിക്കാൻ നമ്മൾ കൂടുതൽ ബ്രഷിംഗ് ആണ് നല്ലത്. ബ്രഷിംഗ് കൊണ്ട് നമുക്കത് ഒത്തിരി തടയാൻ പറ്റും. പിന്നെ പഴയ ആൾക്കാരെ വന്ന് കൈ കൊണ്ടിട്ടൊന്ന് പിടിച്ചാലും മോണയൊന്നും അധികം പൊങ്ങാതെ ബ്രഷ് ഇട്ട് പല്ല് തേക്കുന്നതിനൊപ്പം തന്നെ വിരലിട്ട് ഒന്ന് പല്ല് തേക്കുന്ന പഴയ ആൾക്കാരൊക്കെ പറഞ്ഞതാണ്. പല്ല് പൊങ്ങാതിരിക്കാൻ പറ്റുമില്ലെങ്കിലും മോണ എല്ലാം കൈകൊണ്ട് ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മസാജ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മോണയ്ക്ക് ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്നതിന് നല്ലതാണ്. അതിപ്പോൾ ബ്രഷിൻ്റെ കൂടെ തന്നെ ഗം മസാജിങ്ങിനുള്ള ഇതായിട്ട് ബ്രഷിൻ്റെ ഒരു സൈഡ് തന്നെ അങ്ങനെ അവർ വെച്ച് ഉണ്ടാക്കുന്ന കമ്പനിക്കാരുണ്ട്. അതില്ലെങ്കിലും ഊണ് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ബ്രഷ് ചെയ്യാൻ സൗകര്യം കിട്ടിയില്ല എങ്കിലും എത്ര കൈവിരലും കൊണ്ടൊന്ന് തേച്ച് വൃത്തിയാക്കിയാലും അത്രയും കൂടെ നല്ലതാണ്. കാരണം എനിക്ക് ഇടയ്ക്കൊന്നും ഇരിക്കാതിരിക്കാൻ അത് പ്രയോജനപ്പെടും. മോണയ്ക്ക് ഒരു സ്റ്റിമുലേഷൻ കിട്ടും.